ഹീറോ പറഞ്ഞ നല്ല നെരിയട്ടെ. അച്ഛൻ എന്റെ കണ്ണിൽ മുളക് വെച്ചേ. എന്റെ പൊന്നും പോയി ആധാരവും പോയി. നാട്ടുച്ചക്ക് കിടന്ന് ഉറങ്ങുന്നു. അച്ഛമ്മേ എനക്കുണ്ട് വിഷമോ. 2 കൊല്ലം പ്രേമിച്ചുറങ്ങാട് ഉടനെ ചളിച്ചിട്ടല്ലോ പോയെ. എന്റെ പൊന്നും ആധാരവും തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ 1 മാസത്തിന്റെ ഉള്ളിൽ ഇനി ഇറങ്ങി പോയിക്കോളണം. മൈര എന്നെ ചതിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഓൻ്റെ ഒരു മൈറ. ഒരു പെണ്ണിനേറ്റ ദൈവം തന്നെ ഒരു കെട്ടിച്ചാച്ചാൽ മതിയും. ഇതിപ്പോൾ എത്ര കാലം ഇവനെ കൊണ്ട് കളിക്കുന്നു. ഒരു പണീൻ്റെ പേരും പറഞ്ഞിട്ട് ഷിപ്പ് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര ലക്ഷം ഉറുപ്പ്യ ബോംബെ കൊണ്ടുപോയി കളഞ്ഞെന്നറിയോ? നിങ്ങൾ ലക്ഷങ്ങൾ കൊണ്ടുപോയി ചെരിഞ്ഞു കൊടുക്കുന്നത് എന്ത് വിചാരിച്ചിനു? ഇതെല്ലാം അന്വേഷിക്കാണ്ട് ഇങ്ങനെ പൈസ കൊണ്ടുപോയി കൊടുക്കാം. നമ്മളെ ഗോപീൻ്റെ മോനല്ലോ പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ ഷിപ്പ് കാര്യേ. അതുപോലെ ഇവനും കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ നമ്മൾ കൊടുത്തേ. രബി എൻ്റെ ആധാരം വെച്ചിട്ടാ 3 ലക്ഷം ഞാൻ കൊടുത്ത്. അല്ല നീ ആധാരം എല്ലാം പണയം വെച്ചിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുക. നിങ്ങൾക്ക് എന്താ പെരാന്തേനു? ഈ പണിയും ദൂരം ഇല്ലാത്തവനെങ്ങനെ അതെല്ലാം തിരിച്ചു തരുവാ? അത് മാത്രാ ഒരു പെരിങ്കള്ളീനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പോരെ മൊത്തം കൊള്ളടിച്ചില്ല. അല്ല നിങ്ങൾ ഇതുവരെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല? കംപ്ലൈൻറ്റ് കൊടുക്കുക ഓൻ തമ്മേക്കുന്നില്ല. ഓൻ്റെ മൈരനെ പോലീസ് പിടിക്കും പോലും. എന്നാൽ പിന്നെ ഓനും കൂടിയും പങ്കുണ്ടാവും. അതാ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഓൻ തമ്മേക്കാത്ത്. മാമനിങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചെലക്കറിഞ്ഞ് അച്ഛാ മാമൻ്റെ മോളെ ഞാൻ കോപ്പയ്ക്കത്തെ വെറുപ്പാ എന്നോട്. പണിയും കൂലിയും ഇല്ലാത്ത എനിക്ക് എൻ്റെ മോളെ അങ്ങ് ഒപ്പ് വെച്ച് തരാം. നിങ്ങളെ മോളില്ലേ എനിക്ക് ഷിപ്പ് പണി കിട്ടിയാൽ $US സാലറി കിട്ടുമെന്ന് വെച്ചിട്ട് ഡെയിലി എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അത് ശരി, ഓക്കെ ഞാൻ കാണിച്ചു കൊടുക്കേ. അമ്മ എൻ്റെ ആങ്ങളെ എൻ്റെ മോളെ എന്തായാലും ഞാൻ കിട്ടൂലമ്മേ. എനിക്ക് കീച്ചി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നാ നിങ്ങൾ ആധാരം കിട്ടിയാൽ പോരെ. അച്ഛമ്മ പറഞ്ഞിട്ടിക്കാ എന്നോട് 1 മാസത്തിനുള്ളിൽ ആധാരം തിരിച്ചെടുത്തില്ലെങ്കിൽ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവേ. അത് തന്നെയാ എനക്കും എന്നോട് പറയാനുള്ളത്. അമ്മ അച്ഛനും അച്ഛമ്മയും പറഞ്ഞു തന്നെ എനക്കും പറയാനുള്ളൂ. കാണിച്ചു തരാം. നിങ്ങൾ ആധാരോ നിങ്ങളെല്ലാം പൊന്നും പണവും കൊണ്ടാ ഇനി സുമേഷ് ഈ പുറക്ക് കയറൂ. കാണിച്ചു തരാം. അല്ലേ 24 മണിക്കൂർ കുഞ്ഞിനെ നോക്കി നിനക്ക് എന്റെ കാര്യം നടക്കുക. എന്തെന്നാ പറയുന്നേ? ഒരു കുഞ്ഞിന്റെ കാര്യം മനുഷ്യൻ പോരെന്ന് പോത്തായിട്ടാണല്ലേ. എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് കൂടും കുടുംബമാണോ ഇല്ലാത്തോണ്ട് പറഞ്ഞിട്ട് കാര്യം. ഞാൻ കുറച്ചായിട്ട് അങ്ങ് എത്തിക്കോളാം. ഇനിയിപ്പോ തൽക്കാലം കുഞ്ഞിനെ എങ്ങനെങ്കിലും ഒന്ന് ഉറക്ക്. ഇനിയെല്ലാം കൂടും കുടുംബമായിട്ട് സെറ്റായ എത്ര പെട്ടെന്ന്. എടാ ഇഞ്ഞെപ്പോലെ പഠിച്ച പണി നോക്കി സംഗതി നടക്കൂല. ഞാൻ BBA പാസ്സായല്ലേ. എന്നിട്ടെന്താ ഞാനിപ്പോ നാട്ടിലെ ഏറ്റവും വലിയ പെയിന്റിന്റെ കോൺട്രാക്ടറാണ്. ഇബേക്കാരാ സാധനം ഞാൻ വാങ്ങിന്. ടച്ചപ്പ് പിള്ളേർ വാങ്ങും. പോയി വാങ്ങിച്ചോണ്ടോ. പഠിച്ച പണി പറയാൻ എഞ്ചിനീയറിംഗ് വെറുതെ ആണോ പഠിച്ചേ? സുമേഷേട്ടാ എന്താണ് നിങ്ങൾ നമ്മളെ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? നമ്മളെന്ത് കാര്യോ? അച്ഛൻ ഇന്നലെ കുറേ അടിച്ചു നിന്ന നമ്മളെ കാര്യം പറഞ്ഞിട്ട്. പണി ഇല്ലേ തന്നെ ഞാൻ 100,000 പ്രശ്നത്തിലാണല്ലേ. മാമൻ്റെ മോളാ നോക്കൂല. തൂക്കിയെടുത്ത് ഞാൻ ബയലെറിഞ്ഞ. സുമേഷേട്ടാ നിങ്ങൾ അറിയാ നിങ്ങൾ മറ്റേ ഗുജറാത്തി പെണ്ണില്ലേ ഓളെയും കൂട്ടി നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഓളൊന്ന് അങ്ങ് പോയരാ എനിക്ക് മനസ്സമാധാനമായി. എൻ്റെ സുമേഷേട്ടന് ആർക്കും വിട്ടുകൊടുക്കൂലേ. വിട്ടാനേ ആവണി എൻ്റെ കല്യാണം കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞാ അതിന് അന്ന് തലേന്നല്ലേ ഓളം ഒളിച്ചോടി പോയേ. നീ പോയാട്ടെ. ഇനി എന്നെ ഒഴിവാക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വരുന്നേ. നിങ്ങളെ മോൻ്റെ പേരെന്താ? സുമേഷ്. വീട്ടിലാരൊക്കെയുള്ളേ? ഞാനും മോനും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും. സംഭവം നടന്നത് എത്ര മണിക്കാ? ഞങ്ങൾ സീരിയൽ കണ്ടിങ്ങനെ ഇരിക്കുന്ന സാറേ. ഓളൊരു ജ്യൂസ് കൊണ്ട് തന്ന് അത് കുടിച്ചു തരിക. പിന്നെ ഞങ്ങളൊന്നും അറിയുന്നില്ല, രാവിലെ അറിയുന്നുള്ളൂ. 3 പോലീസുകാരുണ്ട്. ഒന്ന് പെട്ടാ പെണ്ണാലെന്താ പോലീസല്ലേ? വാ സാറേ ഓൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നാ. പക്ഷെ ഇങ്ങനെ ഒരു അപകടം ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. മുംബൈയിൽ എത്ര കാലമായി? മുംബൈയിൽ ഒരു 4-5 വർഷമായി പോയിട്ട്. ഷിപ്പിലൊരു പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെ കുറേ പൈസയും കൊണ്ടുപോയി കലക്കിയതാ. മുംബൈ പോലെ ഒരു സ്ഥലത്തു നിന്ന് ഒരു പെണ്ണിനെയും കൂട്ടി വന്നാലേ നിങ്ങളങ്ങ് പുരേ കയറ്റി താമസിക്കുക. നിങ്ങളെന്തുകൊണ്ട് സ്റ്റേഷനിൽ അറിയിച്ചില്ല? സാർ ഇപ്പോഴുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ കൂട്ടി വരുന്നല്ലേ, അതുപോലെയെന്നാ ഞാളും വിചാരിച്ചേ. കേരളം പോലെ എല്ലാം മുംബൈ. ആ വന്ന പെണ്ണ് നിങ്ങളെ കൊന്നിട്ട് പോകാഞ്ഞത് നിങ്ങളെ ഭാഗ്യമാണ്. നമ്മളെ കോട്ടയം തിരുവല്ലയിൽ ഇത് തന്നെയല്ലേ നടന്നത്. വന്ന പെണ്ണ് 3 എണ്ണത്തിനെ കൊന്നിട്ടാ പോയത്. നിങ്ങളെ മോൻ കൂട്ടി വന്ന പെണ്ണിന്റെ പേരെന്താ? നിങ്ങളോടല്ലേ ചോദിച്ചേ?
ഞങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ചേച്ചി ചിരിക്കാണ്ട് പേര് പറ. ഞാനത് പറയട്ടെ. ഞാനും പറയില്ല മോളെ, ഒരു പോലീസുകാരത്തിയല്ലേ, ഞാനെങ്ങനെയാ പേര് പറയാ? പേര് പറ ചേച്ചി. സാറേ, രണ്ടും അതാ മതിലിന്റെ പുറകിൽ നിൽക്കുന്നു. ഇങ്ങോട്ട് വാടാ. എനിക്ക് എവിടെ ഈ പെണ്ണുമായിട്ട് പരിചയം? CBD ബേലാപ്പൂർ. ഏടിയാടാ അത്? അത് മുംബൈയിൽ എല്ലാവരും ഷിപ്പിന്റെ ജോലിക്ക് വേണ്ടി വരുന്ന സ്ഥലം. അതൊരു പെണ്ണിനായിരുന്നാ പരിചയപ്പെട്ടത്? സാറേ, ബേലാപ്പൂരിലൊരു ഏജൻസിയിലാണ് ഞാൻ ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് 3 ലക്ഷം കൊടുത്തല്ലേ. അച്ഛമ്മേൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് കൊടുത്ത്. പിന്നെ ജോലിയും ഇല്ല, പൈസയും ഇല്ല. ചോദിക്കുമ്പോൾ പറയും നാളെ നെക്സ്റ്റ് വീക്ക് എന്ന്. ഞാൻ എല്ലാ ദിവസവും ഏജൻസി പോവും. ഓരോരുത്തർ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ്. അങ്ങനെ കണ്ട് ഞാൻ ഇഷ്ടമായി പോയതാ സാറേ. ശരി, ആ പെണ്ണിന്റെ പേരെന്താടാ? പേര് മാത്രം ഞാൻ പറയൂല. ഇന്നോടല്ലടാ സാറ് പറഞ്ഞ് പേര് പറ. ഞാൻ നോക്കണ്ട, ഞാൻ പറയല്ലേ. ഇന്നോടല്ലടാ പേര് പറയാൻ പറഞ്ഞേ. അച്ഛൻ പറയൂ. അച്ഛാ പറച്ചാ, അച്ഛൻ പറഞ്ഞു കൊടുക്ക്. നീ തമാശ കളിക്കുന്ന? ഇന്നോടുള്ള പേര് പറയാൻ പറഞ്ഞേ. അച്ഛൻ പറ. നീ തമാശ കളിക്കാ? നല്ല നടി കിട്ടാത്ത കുറവാവാനി. പറടാ. മൈര റാവു. തോന്നിയാ സംഭവിക്കുന്നാടാ. സാറേ, എന്റെ മോനെ അടിക്കില്ല. അടിക്കാണ്ട് പിന്നെ SI സാറിനെ വിളിച്ച കേട്ടിട്ടില്ലേ? സാറേ, ആ പെണ്ണിന്റെ പേരാ മൈര റാവു. എടാ, സാറിന്റെ പേരും റാവു എന്നാടാ. തന്നെ. ഐ ആം സോറി സർ. സജീഷേ, ഇനി ഒരു കാര്യം അറിയാ? ആ SI ചോദിച്ചു കേട്ടിക്കാ. എന്താ? ഞാനും മൈരയും കൂടി ഒത്തു കളിച്ചതാണോ? അത് എനക്കും സംശയമുണ്ട്. ഇനി ഒത്തി കളിച്ചാന്നുള്ളത്. സജീഷ, ഇനി ഒരു കാര്യം അറിയാ? മുംബൈ ബേലാപ്പൂർ CBDയിൽ ബടാപ്പാവും കഴിച്ച് ഞാനും ഓളും കണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിന് ആ മൈര കടന്നു കളഞ്ഞത് എൻ്റെ വീട്ടിലെ പൊന്നും പണവും കൊണ്ട് മാത്രമല്ല, എൻ്റെ സ്വപ്നങ്ങളും കൊണ്ടാ. अरे भाई, माही कैसे जाएगा? ക്യാ? माही മാഹിയാ? കോട്ട് സൂട്ടെല്ലാം ഇട്ടിട്ട് രണ്ടെണ്ണം അടിക്കാൻ പോകുന്നില്ല രാവിലെ തന്നെ. उल्लू का पट्टे. പുല്ലല്ല, കല്ല് നല്ല അടിപൊളി സാധനം കിട്ടും മാഹിയിൽ. പിന്നെ മാഹി ആവുമില്ലേ, എനിക്കും അടിക്കാം, എൻ്റെ വണ്ടിക്കും അടിക്കാം. അതാണ് മാഹി. സജീഷ, തോക്ക്. പിള്ളേർ കളിത്തോക്കുമായിട്ട് റീലെടുക്കുക ഇറങ്ങിക്ക് പോയിട്ടായിരുന്നു. അല്ലാത്തിന് ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഗൺ പോയിന്റ് എവിടെ വെക്കണം തന്നെ? ഇവിടെ വെക്കണോ? നെറ്റിക്ക് വെക്കണോ? എന്നാലല്ലേ റീല് വൈറലാവും? ലൈക്കെല്ലാം വേണ്ടേ? മുംബൈയിലെ തെരുവുകളിൽ 3-4 കൊല്ലം കറങ്ങി എന്നോടാ ഇവന്റെ തോക്ക്. मल्होत्रा, एक्शन. ഷൂട്ടിംഗ് അല്ലേ? ഞാൻ പറയില്ലേ, ഇവിടെ നിങ്ങളെ റീല് ഷൂട്ടിംഗ് ഒന്നും ഇവിടെ പറ്റൂല. ഇത് ഞാളെ ഏരിയ. Where is Myra? എടാ പട്ടി, മൈര എന്നെ തേച്ചിട്ട് പോയടാ കൂട്ടിട്ടോനെ. Where is Myra? എടാ ഇങ്ങോട്ടല്ലേ പറഞ്ഞ, എനിക്ക് അറിഞ്ഞൂടാ. നീയാണ് മൈറ റാവുനെ മുമ്പേ ഇവിടെ കൊണ്ടുവന്ന് ഇവർക്കറിയാം. നിനക്ക് ജീവനോടെ രക്ഷപ്പെടണമെങ്കിൽ അവളെ എവിടെയാന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇവൻ നിന്നെ കൊല്ലും. നീ മലയാളിയാ? എടാ ഇനിയും മലയാളി, ഞാനും മലയാളി. നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നിൽക്കണോ? ഇത് ഹിന്ദിക്കാരല്ലേ? നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അവളെ എവിടെയാന്ന് പറഞ്ഞു. എടാ സത്യമായിട്ട് എനിക്ക് ആ മൈര എടിയാളെന്ന് അറിഞ്ഞൂടാ. Wait. ഇവനെ ദൈ കൂട്ടിട്ടോ, ഞാൻ വീഡിയോ കണ്ടിക്കല്ലോനാ. 5 കൊല്ലം മുംബൈയിൽ ഉണ്ടായിട്ട് ഇവരാരെന്ന് അറിഞ്ഞിട്ട് ഇതാണ് കാമാത്തി രാജ. കാമാത്തി രാജ എന്തിനാടാ എന്നെ തേടി വന്നേ? എടാ ഇന്റെ മൈറ ഇല്ലേ, ഓളെ ബോസായത്. ഇവരെ 5 കോടി തട്ടിപ്പറിച്ചിട്ടാണ് നിന്റെ ഒപ്പം വന്നോളൂ. 5 കോടിയാ? ആ 5 കോടി കിട്ടുന്നവരെ മൂപ്പരിനെ വിടും. ഒന്നെങ്കിൽ മൈറ അല്ലെങ്കിൽ 5 കോടി. Within 48 hours, I want Myra. I don't have മൈര. Boys, come on.
ബോസ് പറഞ്ഞ കേട്ടില്ലേ 48 മണിക്കൂർ, അതായത് 2 ദിവസം അതിനുള്ളിൽ മൈറനെ കാണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഇവരെ തട്ടും. പോട്ടെ. Boss, don't want to kill? Next time. I want to kill. മഹിജ റാവു. സുമേഷ് ചേട്ടനല്ലേ അത്? അതേതാ പെണ്ണ്? നന്നായിട്ട് ആയേക്കാം. നീ ഏതാടേ? എനിക്കെന്താ സുമേഷ് ചേട്ടനായിട്ട് ബന്ധം? वीसा रेडी है क्या? एक हफ्ता आएगा. 1 हफ्ता? कामोती राजा मेरे को 48 घंटा समय दे दिया. क्या करेगा? सोचो, जल्दी से ये देश को हम छोड़ना चाहिए.